ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC MTS 2025 എക്സാമിന് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് റിവിഷൻ സീരീസിലെ രണ്ടാമത്തെ സെഷനാണെന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സുപ്രീം കോർട്ട് ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റും അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചറും എന്താണെന്ന് നോക്കാം. സുപ്രീം കോർട്ടിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വന്ന സെയിം ഡേറ്റിൽ 26 ജനുവരി 1950 എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബട്ട് സുപ്രീം കോർട്ടിന്റെ ഇനാഗുറേഷൻ നടക്കുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. 28 ജനുവരി 1950 എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ടിന്റെ ഇനാഗുറേഷൻ നടക്കുന്നത്. ഡേറ്റ്സ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 26 ജനുവരി 1950 ആണ്. ബട്ട് സുപ്രീം കോർട്ടിന്റെ ഇനാഗുറേഷൻ നടക്കുന്നത് 2 ദിവസത്തിന് ശേഷമാണ്, ഓൺ 28 ജനുവരി 1950. സുപ്രീം കോർട്ട് ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ആദ്യം ഫംഗ്ഷൻ ചെയ്യുന്നത് പാർലമെന്റ് ഓൾഡ് പാർലമെന്റ് ബിൽഡിങ്ങിന്റെ ചേംബർ ഓഫ് പ്രിൻസസിൽ വെച്ചിട്ടായിരുന്നു. ഓൾഡ് പാർലമെന്റ് ഹൗസിന്റെ ചേംബർ ഓഫ് പ്രിൻസസിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ സുപ്രീം കോർട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു, അത് സുപ്രീം കോർട്ടിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് വന്നു, സുപ്രീം കോർട്ട് റീലൊക്കേറ്റ് ചെയ്തു. സോ സുപ്രീം കോർട്ടിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിലക് മാർഗിലാണ്. ന്യൂഡൽഹിയിലുള്ള തിലക് മാർഗിലാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോർട്ട് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 1958 എന്ത് ചെയ്യുന്നത് തിലക് മാർഗിലേക്ക് സുപ്രീം കോർട്ട് മൂവ് ചെയ്യുന്നത്. സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ സുപ്രീം കോർട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഓൾഡ് പാർലമെന്റ് ബിൽഡിങ്ങിനെ ചേംബർ ഓഫ് പ്രിൻസസിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ 1958 എന്ത് ചെയ്തു, സുപ്രീം കോർട്ടിനെ പുതിയ ബിൽഡിങ്ങിലേക്ക് ഓൺ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പുതിയ സുപ്രീം കോർട്ടിന്റെ ബിൽഡിംഗ് ഇനാഗുറേറ്റ് ചെയ്തത് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1958 സുപ്രീം കോർട്ടിന്റെ പുതിയ ബിൽഡിംഗ് ഇനാഗുറേറ്റ് ചെയ്തത് അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സുപ്രീം കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സുപ്രീം കോർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആർട്ടിക്കിൾ 124 അണ്ടറിലാണ്. ആർട്ടിക്കിൾ 124 ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് സുപ്രീം കോർട്ടിനെ സംബന്ധിച്ച് സുപ്രീം കോർട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. സുപ്രീം കോർട്ടാണെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയനും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ ഇന്റർപ്രിറ്ററും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കുന്നത് സുപ്രീം കോർട്ടാണ്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നതും ആര് തന്നെയാണ് സുപ്രീം കോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കോർട്ട് ഓർ അപ്പെക്സ് കോർട്ട് ആണെന്ത് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കോർട്ടുകളിലെ ടോപ്പ് മോസ്റ്റ് കോർട്ട് ആണെന്ത് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആ ഒരു കോർട്ട് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് സുപ്രീം കോർട്ട് ഉണ്ട്. സുപ്രീം കോർട്ടിന്റെ താഴെയായിട്ടാണ് ഹൈക്കോർട്ട് ഉള്ളത്. ആൻഡ് ഹൈക്കോർട്ടിന്റെ താഴെയായിട്ട് എന്തുണ്ട് ലോവർ കോർട്ട്സ് ഉണ്ട്. ഇതാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ കോർട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ട്, സുപ്രീം കോർട്ടിന്റെ താഴെയായിട്ട് ഹൈക്കോർട്ട്, ആൻഡ് ഹൈക്കോർട്ടിന്റെ താഴെയായിട്ട് എന്താണ് ലോവർ കോർട്ട്സ്. ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻ കോർട്ട് പോലുള്ള ലോവർ കോർട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഹൈക്കോർട്ടിന്റെ താഴെ വരുന്നുണ്ട്. സോ സുപ്രീം കോർട്ട് ആണെന്ത് ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് കോർട്ട് ഓർ ടോപ്പ് മോസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് 26 ജനുവരി 1950 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു അതുവരെ നിലവിലുണ്ടായിരുന്ന ഫെഡറൽ കോർട്ടിനെ റീപ്ലേസ് ചെയ്തു. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അണ്ടറിൽ എന്ത് ചെയ്യുന്നു ഒരു ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ആ ഒരു ഫെഡറൽ കോർട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് 26 ജനുവരി 1950 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഫെഡറൽ കോർട്ട് ആയിരുന്നു എന്ത് അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത്. 1935 മുതൽ 1950 വരെ ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ട് ടോപ്പ് മോസ്റ്റ് കോർട്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്ന ഫെഡറൽ കോർട്ട് ആയിരുന്നു. എന്നാൽ സുപ്രീം കോർട്ട് നിലവിൽ വന്നപ്പോൾ 26 ജനുവരി 1950 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു ആ ഒരു ഫെഡറൽ കോർട്ടിനെ സുപ്രീം കോർട്ട് റീപ്ലേസ് ചെയ്തു ആസ് ദി അപ്പെക്സ് കോർട്ട് ഓർ ടോപ്പ് മോസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷ് പ്രൈവി കൗൺസിലിനെ റീപ്ലേസ് ചെയ്തു.
അതുവരെ സുപ്രീം കോടതി നിലവിൽ വരുന്നത് വരെ ഇന്ത്യയിലെ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്ന, അതായത് അപ്പീൽ കൊടുക്കാൻ പറ്റുന്ന ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രൈവി കൗൺസിൽ ആയിരുന്നു. ഈ ബ്രിട്ടീഷ് പ്രൈവി കൗൺസിലിനെ എന്ത് ചെയ്തു? സുപ്രീം കോർട്ട് റീപ്ലേസ് ചെയ്തു ആസ് എ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത് വരെ ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ട്, ടോപ്പ് മോസ്റ്റ് കോർട്ട് എന്ന് പറയുന്ന ഫെഡറൽ കോർട്ട് ആയിരുന്നു, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935. ബട്ട് സുപ്രീം കോർട്ട് നിലവിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അത് ഫെഡറൽ കോർട്ടിനെ റീപ്ലേസ് ചെയ്തു ആസ് എ അപ്പെക്സ് കോർട്ട്. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് വരുന്നത് വരെ ഇന്ത്യയിലെ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൈവി കൗൺസിൽ ആയിരുന്നു. സുപ്രീം കോർട്ട് നിലവിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പ്രൈവി കൗൺസിലിനെ റീപ്ലേസ് ചെയ്തു ആസ് എ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ. നെക്സ്റ്റ്, സുപ്രീം കോർട്ടിന്റെ കോമ്പോസിഷൻ നോക്കാം. സുപ്രീം കോർട്ടിന്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ 26 ജനുവരി 1950 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ സുപ്രീം കോർട്ടിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ടോട്ടൽ 8 ജഡ്ജസ് ആയിരുന്നു. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 7 അതർ ജഡ്ജസും അടക്കം മൊത്തം 8 പേരായിരുന്നു സുപ്രീം കോർട്ടിൽ ഉണ്ടായിരുന്നത്. 26 ജനുവരി 1950 സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ സുപ്രീം കോർട്ടിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 8 ആയിരുന്നു. ഒരു CJയും 7 അതർ ജഡ്ജസും അടങ്ങുന്ന 8 പേരായിരുന്നു എന്ത് സുപ്രീം കോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ എന്ത് ചെയ്തു? അതർ ജഡ്ജസിന്റെ, മറ്റ് ജഡ്ജസിന്റെ എണ്ണം കൂട്ടി വന്നു. ആൻഡ് കറന്റ്ലി സുപ്രീം കോർട്ടിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ആണ്. ഈ 34 എന്ന് പറയുമ്പോൾ CJ, ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും 33 അതർ ജഡ്ജസും അടക്കം ടോട്ടൽ 34 ആണ് നിലവിലെ സുപ്രീം കോർട്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒറിജിനലി സുപ്രീം കോർട്ട് നിലവിൽ വരുമ്പോൾ സുപ്രീം കോർട്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 8 ആയിരുന്നു. ഒരു CJയും 7 അതർ ജഡ്ജസ്. ബട്ട് കാലക്രമേണ എന്ത് ചെയ്തു? ഈ അതർ ജഡ്ജസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നു. ആൻഡ് ലാസ്റ്റ്ലി കറന്റ്ലി നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ആണ്. ഒരു CJയും 33 അതർ ജഡ്ജസും അടക്കം ടോട്ടൽ 34 ആണെന്ത് ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈ അതർ ജഡ്ജസിന്റെ എണ്ണം കൂട്ടാനുള്ള പവർ എന്ന് പറയുന്നത് പാർലമെന്റിന് മാത്രമാണ്. ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉള്ള പവർ ഉള്ളൂ. പാർലമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? കാലാകാലങ്ങളിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ, അതർ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ എണ്ണം എന്ത് ചെയ്തു? 7ൽ നിന്ന് 33 വരെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വന്നത്. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ എണ്ണം കൂട്ടാനും സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ എണ്ണം കുറയ്ക്കാനും അതോറിറ്റിയുള്ള ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സാധിക്കുള്ളൂ. ഇനി സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 124 ക്ലോസ് 2 ആണ്. ആർട്ടിക്കിൾ 124 ക്ലോസ് 2 ആണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പറയുന്ന അനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് സുപ്രീം കോർട്ട് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 2. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പ്രകാരം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ബാക്കി സുപ്രീം കോർട്ട് ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. സുപ്രീം കോർട്ടിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജ്, ഏജ് വൈസ് അല്ല, എക്സ്പീരിയൻസ് വൈസ്, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വൈസ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ട് ജഡ്ജിനെ, ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ട് ജഡ്ജിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ബാക്കി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ജഡ്ജസിനെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു കൊളീജിയത്തിന്റെ റെക്കമെൻഡേഷൻസിന്റെ ബേസിലായിരിക്കും. ഒരു കൊളീജിയം ഉണ്ട്. ബാക്കി ജഡ്ജസ്, അതായത് 33 അതർ ജഡ്ജസ് ഉണ്ടല്ലോ, ഈ 33 അതർ ജഡ്ജസിനെ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ബട്ട് പ്രസിഡന്റ് ആരെ അപ്പോയിന്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു കൊളീജിയമാണ്. ഈ കൊളീജിയത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും, സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും അടങ്ങുന്ന ഒരു കൊളീജിയം ആണ് എന്ത് ചെയ്യുന്നത്? ഈ ജഡ്ജസിന്റെ പേരുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആരാണോ, എക്സ്പീരിയൻസ് വൈസ്
സീനിയർ മോസ്റ്റ് ജഡ്ജ് ആരാണോ അയാളെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് CJ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ മറ്റ് സുപ്രീം കോടതി ജഡ്ജസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ബട്ട് ആരെ അപ്പോയിന്റ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു കൊളീജിയമാണ്. ഈ കൊളീജിയത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും അടങ്ങുന്ന ഒരു കൊളീജിയം, ഒരു ഗ്രൂപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആരെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ കൊളീജിയത്തിന്റെ റെക്കമെൻഡേഷൻസിന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ സാധിക്കൂ പ്രസിഡന്റിന് മറ്റ് ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കൂ. സോ കൊളീജിയം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോർട്ടിലെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ഒരു കൊളീജിയം ആണ് എന്ത് ചെയ്യുന്നത് ആരെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് ആ ഒരു നോമിനേഷൻ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത് ഇൻ ദ കേസ് ഓഫ് അതർ ജഡ്ജസ്. നെക്സ്റ്റ് ഈസ് ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിന്റ്മെന്റ്. ഒരു സുപ്രീം കോടതി ജഡ്ജായിട്ട് ഒരു വ്യക്തിയെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ആ വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്? ഈ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 3. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 3 സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ക്വാളിഫിക്കേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 ക്വാളിഫിക്കേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഒരാളെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു ഇന്ത്യൻ സിറ്റിസനെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കൂ. അത് കൂടാതെ ആ ഒരു വ്യക്തിക്ക് എന്ത് വേണം? ജുഡീഷ്യൽ എക്സ്പീരിയൻസ് വേണം. ജുഡീഷ്യൽ എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്ന 3 കണ്ടീഷൻസിൽ ഒരു കണ്ടീഷനെങ്കിലും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. സുപ്രീം കോടതി ജഡ്ജായിട്ട് ഒരു വ്യക്തി അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ്, 2 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ജുഡീഷ്യൽ എക്സ്പീരിയൻസ് വേണം. ജുഡീഷ്യൽ എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്ന 3 ക്വാളിഫിക്കേഷൻസിൽ അല്ലെങ്കിൽ 3 ക്രൈറ്റീരിയാസിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ അല്ലെങ്കിൽ ഹൈക്കോർട്ട്സിൽ അറ്റ്ലീസ്റ്റ് 5 വർഷമെങ്കിലും ജഡ്ജായിട്ട് സെർവ് ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ അല്ലെങ്കിൽ ഹൈക്കോർട്ടുകളിൽ 5 വർഷമെങ്കിലും ജഡ്ജായിട്ട് സെർവ് ചെയ്തിരിക്കുന്ന ഒരാളെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? സുപ്രീം കോടതി ജഡ്ജാക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷം എന്ത് ചെയ്തിരിക്കണം? പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതുമല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒപ്പീനിയനിൽ അയാൾ എന്തായിരിക്കണം? ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. അതായത് ലോയെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. സുപ്രീം കോടതി ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെങ്കിൽ ആ ഒരു വ്യക്തി ഏതെങ്കിലും ഹൈക്കോർട്ടിലെ അല്ലെങ്കിൽ ഹൈക്കോർട്ടുകളിൽ ആ ജഡ്ജായിട്ട് 5 വർഷം സെർവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിൽ 10 വർഷം എന്ത് ചെയ്യണം? അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പീനിയനിൽ, പ്രസിഡന്റ് കാഴ്ചപ്പാടിൽ അയാൾ ഒരു എമിനന്റ് ജൂറിസ്റ്റ് ആയിരിക്കണം. അതായത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നല്ല നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ഒരു വ്യക്തിയെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇതാണ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏജ് ആൻഡ് ടെന്യൂർ. ഒരു വ്യക്തിയെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് മിനിമം ഏജ് ഒന്നും പറയുന്നില്ല. ഒരു വ്യക്തിയെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര ഏജ് വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ അല്ല. സോ നോ മിനിമം ഏജ്. മിനിമം ഏജിന്റെ ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എത്ര വയസ്സിലും എന്ത് ചെയ്യാൻ സാധിക്കും? ഒരാളെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. ഇനി അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരാളുടെ ടെന്യൂർ, സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ഒരു ഫിക്സഡ് ടെന്യൂർ ഇല്ല. അയാൾക്ക് 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യാൻ സാധിക്കും? സുപ്രീം കോടതി ജഡ്ജായിട്ട് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരാളെ സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിന് മിനിമം ഏജ് ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല? എവിടെയും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ആൻഡ് അയാൾക്ക് എന്തില്ല? ഒരു ഫിക്സഡ് ടെന്യൂർ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാലാവധിയും ഇല്ല. എന്നാണോ അയാൾ അപ്പോയിന്റ് ആകുന്നത് ആ ഡേറ്റ് മുതൽ അയാൾക്ക് 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യാൻ സാധിക്കും? സുപ്രീം കോടതി ജഡ്ജായിട്ട് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞിരിക്കുന്നതും ആർട്ടിക്കിൾ 124 ക്ലോസ് 2 ഇനി എങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സുപ്രീം കോടതി ജഡ്ജിനെ പ്രസിഡന്റ് ഓർഡർ വഴി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. പക്ഷേ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പാർലമെന്റ് റെക്കമെൻഡ് ചെയ്യണം. പാർലമെന്റ് റെക്കമെൻഡേഷൻസ് പ്രകാരം പ്രസിഡന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, സുപ്രീം കോടതി ജഡ്ജസിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ പ്രസിഡന്റിനാണുള്ളത്. പക്ഷെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കാര്യം പാർലമെന്റ് ശരിവെക്കണം. പാർലമെന്റ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, പ്രസിഡന്റിന് സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. എങ്ങനെയാണ് ആ റിമൂവൽ പ്രൊസീജിയർ എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാറുണ്ട്. ബട്ട് റൈറ്റ് നൗ നമുക്ക് റിവിഷൻ ആയതുകൊണ്ട് തന്നെ ടൈം ഇല്ല. സോ ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ ജുറിസ്ഡിക്ഷൻ, അധികാര പരിധിയെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിന് ചില കേസസ് കേൾക്കാൻ സാധിക്കും. അതായത് അപ്പീൽ മുഖാന്തരമല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിന് ചില കേസസ് കേൾക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ കേസസ് നോക്കാം. സോ ഒറിജിനൽ ജുറിസ്ഡിക്ഷനകത്ത് ഫേസ്റ്റ് വൺ ആണെന്ത്, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 131 ആണ് എന്ത് ചെയ്യുന്നത്, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ ഒറിജിനൽ ആൻഡ് എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷൻ. സോ സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ആൻഡ് എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷനകത്ത് വരുന്ന ഒരു കാര്യമാണെന്ത്, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോർട്ടിന് മാത്രം, എക്സ്ക്ലൂസീവ് കൊണ്ട് മീൻ ചെയ്യുന്നത് സുപ്രീം കോർട്ടിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഈ കേസസ് കേൾക്കാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ അപ്പീൽ മുഖാന്തരം അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിന് കേസസ് കേൾക്കാൻ സാധിക്കും. അതാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. സോ സുപ്രീം കോർട്ടിന്റെ എക്സ്ക്ലൂസീവ് ആൻഡ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സുപ്രീം കോർട്ടിന് മാത്രം കേൾക്കാൻ സാധിക്കുന്ന കേസും സുപ്രീം കോർട്ടിന് ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്ന കേസും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫേസ്റ്റ് വൺ ആണെന്ത്, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. ആൻഡ് സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. സോ രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സുപ്രീം കോർട്ടിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. ആൻഡ് സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സും സുപ്രീം കോർട്ടിന് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. ആൻഡ് സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ. അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പീലുകൾ, ഏതെങ്കിലും കേസിന്റെ അപ്പീലുകൾ കേൾക്കാനായിട്ട് എന്തുണ്ട്, സുപ്രീം കോർട്ടിന് പവർ ഉണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കേസസിന്റെ കേസിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസിൽ ഹൈക്കോർട്ടിന്റെ വിധിയുടെ അപ്പീൽ കേൾക്കാനായിട്ട് ആർക്ക് സാധിക്കും, സുപ്രീം കോർട്ടിന് സാധിക്കും. അതായത് ഹൈക്കോടതി ജഡ്ജ്മെന്റിന് അപ്പീലുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസസിൽ. അത് ആർട്ടിക്കിൾ 132 പറയുന്നത്. ഇനി സിവിൽ കേസസിലും ഹൈക്കോടതി ജഡ്ജ്മെന്റിനെതിരെ അപ്പീലുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിലേക്ക് പോകാൻ സാധിക്കും. സുപ്രീം കോർട്ടിന് ആ കേസസ് എന്ത് ചെയ്യാൻ സാധിക്കും, കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജ്മെന്റ്, ക്രിമിനൽ കേസസിലുള്ള ഹൈക്കോടതി ജഡ്ജ്മെന്റിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും ബൈ വേ ഓഫ് അപ്പീൽ. ആ കേസസ് എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിന് കേൾക്കാനായിട്ട് സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്ത കേസസ് ആയിക്കോട്ടെ, സിവിൽ കേസസ് ആയിക്കോട്ടെ, ക്രിമിനൽ കേസസ് ആയിക്കോട്ടെ, ഹൈക്കോർട്ടിന്റെ ജഡ്ജ്മെന്റിനെതിരെ അപ്പീലുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് സുപ്രീം കോർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആൻഡ് ഈ കേസസ് കേൾക്കാൻ ആർക്ക് അധികാരമുണ്ട്, സുപ്രീം കോർട്ടിന് അധികാരമുണ്ട്. അടുത്തതാണെന്ത്, അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. സുപ്രീം കോർട്ടിന്റെ അഡ്വൈസറി ജുറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 143. എന്താണ് ഈ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 143 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ലോസിൽ, നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 143 പ്രകാരം എന്ത് ചെയ്യാൻ സാധിക്കും, സുപ്രീം കോർട്ടിനോട് അഡ്വൈസ് ചോദിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഈ കേസിൽ സുപ്രീം കോർട്ടിന് അഡ്വൈസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാതിരിക്കാം. സോ അഡ്വൈസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാതിരിക്കാം. ആൻഡ് സുപ്രീം കോർട്ട് കൊടുക്കുന്ന അഡ്വൈസ് എന്തല്ല, പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ്ങും അല്ല. സുപ്രീം കോർട്ട് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ എന്തല്ല, ബൈൻഡിങ്ങും അല്ല. ആർട്ടിക്കിൾ 143 അല്ലെങ്കിൽ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റിന് നിലവിലുള്ള
ഏതെങ്കിലും നിയമങ്ങളിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിൽ എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കാനായിട്ട് സാധിക്കും. സുപ്രീം കോടതിന് അഡ്വൈസ് കൊടുക്കാം, അഡ്വൈസ് കൊടുക്കാതിരിക്കാം. അഡ്വൈസ് കൊടുത്താലും അത് പ്രസിഡന്റിന്റെ മുകളിൽ എന്തല്ല, ബൈൻഡിങ് അല്ല. പ്രസിഡന്റിന് അഡ്വൈസ് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 പ്രകാരം അഡ്വൈസ് ചോദിക്കുന്നത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റീസിലാണെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ള ഏതെങ്കിലും നിയമത്തിലോ ഏതെങ്കിലും ട്രീറ്റിയിലോ ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ എന്ത് ചെയ്യണം? സുപ്രീം കോർട്ട് അഡ്വൈസ് കൊടുത്തേ പറ്റൂ. സോ മസ്റ്റ് ഗീവ് അഡ്വൈസ്. സുപ്രീം കോർട്ട് എന്ത് ചെയ്തേ പറ്റുള്ളൂ? അഡ്വൈസ് കൊടുത്തേ പറ്റുള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 143ക്ക് രണ്ട് പ്രൊവിഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 143 എന്ന് പറയുന്ന പ്രസിഡന്റിന് സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കാനുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഏതെങ്കിലും ലോസിൽ പ്രസിഡന്റിന് എക്സ്പേർട്ട് ലീഗൽ ഒപ്പീനിയൻ വേണമെങ്കിൽ പ്രസിഡന്റിനോട് സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കാം. ആൻഡ് സുപ്രീം കോടതിന് എന്ത് ചെയ്യാം? ഈ കേസിൽ അഡ്വൈസ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അഡ്വൈസ് കൊടുത്താൽ എന്തല്ല, അത് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. പ്രസിഡന്റ് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ വിട്ടേക്കാം. എന്നാൽ പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 പ്രകാരം സുപ്രീം കോടതിനോട് അഡ്വൈസ് ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ട്രീറ്റീസിലോ എഗ്രിമെന്റ്സിലോ ലോസിലോ ആണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ സുപ്രീം കോർട്ട് അഡ്വൈസ് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും സുപ്രീം കോർട്ട് കൊടുക്കുന്ന അഡ്വൈസ് എന്തല്ല, പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ല. പ്രസിഡന്റ് വേണമെങ്കിൽ ആ അഡ്വൈസ് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ വിട്ടുകളയാം. അതാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. ഇനി അടുത്തതാണെന്ത്? റിറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 ആണ് എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതിന് റിറ്റ് ജുറിസ്ഡിക്ഷന്റെ പവർ കൊടുക്കുന്നത്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ സിറ്റിസൺസിന് കിട്ടേണ്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടാതിരുന്നാലോ, നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും വയലേറ്റ് ചെയ്തു കഴിഞ്ഞാലോ ആർട്ടിക്കിൾ 32 പ്രകാരം എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സിറ്റിസൺസിന് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടാതിരുന്നാലോ സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലോ അത് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? സിറ്റിസൺസിന് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ ആർട്ടിക്കിൾ 32. ആൻഡ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാം? റിറ്റ്സ് ഇഷ്യൂ ചെയ്യാം. സോ റിറ്റ്സ് എന്ന് പറയുന്ന ബേസിക്കലി കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റിറ്റ്സ് എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിന് എന്ത് ചെയ്യാൻ സാധിക്കും? 5 റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് 5 റിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ആണെന്ത്? ഹേബിയസ് കോർപ്പസ്. സുപ്രീം കോർട്ടിന് ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. സുപ്രീം കോർട്ടിന് മാൻഡമസ് എന്നുള്ള റിറ്റ് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്നുള്ള റിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സെർഷ്യോറി, സുപ്രീം കോർട്ടിന് സെർഷ്യോററി എന്നുള്ള റിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ ക്വോ വാറണ്ടോ എന്നുള്ള റിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോർട്ടിന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ ആർട്ടിക്കിൾ 32. സിറ്റിസൺസിന് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിന് 5 റിറ്റ്സ് ഇഷ്യൂ ചെയ്യാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറി, ക്വോ വാറണ്ടോ. ഇതാണ് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോർട്ടിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന 5 റിറ്റ്സ് എന്ന് പറയുന്നത്. Next is Election Commission of India. ആർട്ടിക്കിൾ 324 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 324 എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 324 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിഷൻ പ്രകാരം, ഒരു ആർട്ടിക്കിൾ പ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് ആൻഡ് പെർമനന്റ് ആയിട്ടുള്ള ഒരു ബോഡി കൂടിയാണ്. ആർട്ടിക്കിൾ 324 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കറന്റ് കോമ്പോസിഷൻ, ECIയുടെ കറന്റ് കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ്. 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്.
ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലുള്ള കോമ്പോസിഷൻ നോക്കിയാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സും ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു 3 മെമ്പർ ബോഡിയാണെന്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് എ 3 മെമ്പർ ബോഡി. അതിലൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. ഇങ്ങനെ മൊത്തം 3 പേരടങ്ങുന്നതാണെന്ത് ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബോഡി. ആൻഡ് ഈ 3 പേരെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത്. ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ദി 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി സിഇസിയുടെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെയും അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും ടേം കാലാവധി നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ. ഇതാണ് അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും കാലാവധി ടേം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാകുന്നവരെ. ഏതാണോ ആദ്യം അതാണെന്ത് അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഡേറ്റ് മുതൽ 6 വർഷം വരെ അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് മുതൽ എന്നാണോ 65 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതാണോ ഏറ്റവും അടുത്തുള്ളത് അതായിരിക്കും എന്ത് ഇവരുടെ ടെന്യൂർ കാലാവധി എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ സ്റ്റാറ്റസ് ആൻഡ് സാലറി നോക്കുകയാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഒരു സുപ്രീം കോടതി ജഡ്ജിന് കിട്ടുന്ന സെയിം സ്റ്റാറ്റസും സെയിം സാലറിയും ഉണ്ടായിരിക്കും. ഒരു സുപ്രീം കോടതി ജഡ്ജിന്റെ സ്റ്റാറ്റസ് എന്താണോ അവരുടെ പ്രിവിലേജസ് എന്താണോ അതുപോലെ തന്നെ അവരുടെ സാലറി എന്താണോ അതേ സ്റ്റാറ്റസും സാലറിയും തന്നെയായിരിക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് അതേ മെത്തേഡ് വഴി അതേ പ്രോസസ്സ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് വഴിയാണ്. എങ്ങനെയാണോ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് അതേ മെത്തേഡ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ അവരെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ ഇവരെ റിമൂവ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. പക്ഷേ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് അതേ പ്രോസസ്സ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റിന് സാധിക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശരിവെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ പ്രസിഡന്റിന് മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യാൻ സാധിക്കൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന സെയിം പ്രോസസ്സ് വഴി മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ പ്രസിഡന്റിന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ത് ചെയ്യണം ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് പ്രസിഡന്റിനോട് റെക്കമെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവരെ 2 പേരെ എന്ത് ചെയ്യാൻ സാധിക്കൂ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസും പവേഴ്സും നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആരുടെയൊക്കെ ഇലക്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻസ്, രാജ്യസഭ ഇലക്ഷൻസ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാന നിയമസഭകളുടെ ഇലക്ഷൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ, ഇത്രയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, രാജ്യസഭ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. ഇത്രയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതേസമയം പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് പഞ്ചായത്തുകളുടെയും
അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, മറിച്ച് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോക്സഭ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, രാജ്യസഭ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക, ഇത്ര മാത്രമാണ്. പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെയും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് വേറൊരു ബോഡിയാണ്, അതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റീസിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, മറിച്ച് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത്രയും ഇലക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, ഇതിന്റെ മേൽനോട്ടം വഹിക്കുക, ഇതെല്ലാം തന്നെ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇലക്ടറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുക, ഇലക്ടറൽ റോൾസ് പ്രിപ്പയർ ചെയ്യുക, വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, വോട്ടർ റോൾസ്, ഇലക്ടറൽ റോൾസ് ഓർ വോട്ടർ പട്ടിക എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നിഷൻ കൊടുക്കുക, ഏതാണ് നാഷണൽ പാർട്ടി, ഏതാണ് സ്റ്റേറ്റ് പാർട്ടി, ഏതാണ് റീജിയണൽ പാർട്ടി, ഇങ്ങനെ റെക്കഗ്നിഷൻസ് കൊടുക്കുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസിന് റെക്കഗ്നിഷൻസ് കൊടുക്കുന്നത്, നാഷണൽ പാർട്ടി ആണോ സ്റ്റേറ്റ് പാർട്ടി ആണോ എന്നുള്ള റെക്കഗ്നിഷൻ കൊടുക്കുന്ന ആരാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നാഷണൽ പാർട്ടി, ഏതൊക്കെയാണ് സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള റെക്കഗ്നിഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ പാർട്ടിക്കും ഇലക്ഷൻ സിംബൽസ് അലോട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ പാർട്ടീസിനും എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ സിംബൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കാൻഡിഡേറ്റിനും എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ സിംബൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എന്ത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പവേഴ്സും ഡ്യൂട്ടീസും പറയുന്നത്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക്